ചെരുപ്പിട്ടോ അല്ലെങ്കിൽ കാല് മുറിയും. കാരണം ഇവിടെ പലരും വന്നിട്ട് കാല് മുറിയും. ഹൈശ്രീ അശോകൻ സാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. റൂം വീട് മൊത്തം അങ്ങനെയാണ് ഇപ്പൊ. അത് കുറച്ച് 6 വർഷമായിട്ട് അങ്ങനെയാണ്. കേസിന്റെ പുറകെയാണ് നമ്മൾ അങ്ങനെ ഇത് പുറത്ത് വിടാഞ്ഞതും ഇത് സംസാരിക്കാൻ താല്പര്യം കാണിക്കാൻ അതുകൊണ്ടാണ്. അപ്പൊ ഇത് വന്ന് കേസ് ജയിച്ചു, പക്ഷെ എന്നാൽ തന്നെയും അത് അങ്ങോട്ട് പ്രോപ്പറായിട്ട് മൂവ് ഓൺ ആയിട്ടില്ല. അപ്പൊ അത് നോക്കണം, ആയിക്കോളും. തീർച്ചയായിട്ടും അച്ഛൻ ആ കാര്യത്തിൽ പൊളിയാണ്. കാരണം ഈ 6 വർഷവും ആ കേസിന്റെ ബാക്കിൽ തന്നെ. ഇപ്പൊ ആ പ്രശ്നം ഉണ്ടായ സമയത്ത് വീട്ടിലത്തെ ഫണ്ടൊന്നും ഉണ്ടായില്ല, സിനിമയൊക്കെ തുടങ്ങി തന്നെ ഉള്ളൂ. അത്യാവശ്യം ഒന്ന് സ്റ്റേബിൾ ആയപ്പോ ഞാൻ ചോദിച്ചു നമുക്ക് തന്നെ ചെയ്താൽ വേണ്ട, ഞാനായിട്ട് തുടങ്ങി എനിക്കറിയാം കൊണ്ടുപോകാൻ. അപ്പോഴൊക്കെ എനിക്ക് മറ്റേ ഇപ്പൊ ആവോന്നൊരു സംശയം. പക്ഷെ അച്ഛൻ വെറുതെ പൊളിച്ച കാര്യത്തിൽ പിന്നെ അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആ ഒരു നോട്ട് ഫെയർ എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെതിരെ സീനാണ് ആ കാര്യത്തിൽ. അച്ഛന്റെ പരിപാടി കുറച്ച് ആണല്ലേ, വൺ സ്ട്രേറ്റ് ആണ് ആ കാര്യത്തിൽ. ഇപ്പം ആസ് എ മകൻ കുഞ്ഞിലെ ഇത്തിരി കടുപ്പിടുത്തം പിടിക്കുന്ന അത് ശരി. ഓൾ റൈറ്റ്. അപ്പൊ മാം ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഓരോന്നിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും മൂന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ആണെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര മിസ്റ്റേക്ക് ചെയ്താലും നമ്മുടെ അടുത്ത് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ അച്ഛനും അമ്മയും മാത്രമായിരിക്കും എന്ന്. അതായത് ഇപ്പം മോനോ മോളോ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ബി ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ദം. അങ്ങനെ പെർഫെക്റ്റ് എക്സാമ്പിൾ ഒക്കെ ആവാം എന്നൊക്കെ തിയറിയിലും പുസ്തകത്തിൽ എഴുതി വെക്കാം. ജീവിതത്തിലോട്ട് പോകുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്നേ. അങ്ങനെ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ ബിലീവ് ചെയ്യുന്നേ ഇല്ല. മനുഷ്യരായിരിക്കുക ആണ്. നമ്മൾ പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ച് അവസാനം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിലുള്ളതാണ്. എല്ലാവരുടെയും മുമ്പ് ഇങ്ങനെ പ്ലീസിങ് ആയിട്ട് ചിരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ഡോട്ടറിലോ പെർഫെക്റ്റ് ഡോട്ടർ അങ്ങനെ ഒരു ഇതുള്ളപ്പോൾ അവനവൻ്റെ ഉള്ളിൽ അവനവനെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു തേഴ്സ്റ്റും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഹൈഡ് ചെയ്തല്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ഹൈഡ് ചെയ്യുന്നു, നമ്മളത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അത് ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങളായിട്ട് വരും. ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങളായിട്ട് മാറും. അപ്പം നമുക്ക് എപ്പോഴും നമ്മളെ എക്സ്പ്രസ് ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമാണ്. നമ്മുടെ ദേഷ്യമായാലും ആങ്കറായാലും അത് സ്ത്രീകൾക്ക് ഒരു പ്രത്യേകിച്ച് വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് ദേഷ്യം കാണിക്കാൻ പാടില്ല. അവൾ എന്തോ ഒടുക്കത്തെ അഹങ്കാരി, അവൾ മറിച്ച് അത് ഒരുത്തി വന്നിട്ടുണ്ടോ അവളുടെ അഹങ്കാരം, അവൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നൊന്ന് മിണ്ടി അവളുടെ തലേന്ന് ഇത് ഒഴിഞ്ഞു പോകും അങ്ങനെയൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടില്ലേ. അപ്പോൾ അത് പെട്ടെന്ന് വേറൊരാൾക്ക് എന്തുമാത്രം ഒരു ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായിരിക്കും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് സാഹചര്യത്തിൽ പല കാര്യങ്ങളിലും ഇങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, വേറൊരു ഭയമായിരിക്കും, അച്ഛനമ്മയെ മിസ് ചെയ്യുന്നതായിരിക്കും. അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരുടെ ഒരു സ്പേസ് അന്വേഷിച്ച് പോയ അഹങ്കാരിയാവും. ടാഗുകൾ ഇങ്ങനെ 1 2 3 4 5 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതിന് റിയാക്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത് കല്യാണം കഴിച്ച സമയത്ത് തന്നെ അടഞ്ഞു പോകുന്ന പേഴ്സണാലിറ്റീസ് ഉണ്ട്. പിന്നെ അവർ കൊടുക്കുന്ന ഒരു കുപ്പായമുണ്ട്, അതിനകത്തോട്ട് നമ്മൾ ഒത്താലും ഒത്തില്ലല്ലോ അതിനകത്തോട്ട് കയറി ആ കുപ്പായം ഇടണം. അപ്പം അതൊക്കെ ശരിക്കും റിയലായിട്ട് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നത് ആ ഇഷ്യൂസാണ്.